മിഠായി തെരുവിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ച ഷർട്ടാണ് ഇന്നലെ നമ്മളെല്ലാവരും കണ്ടത്. ആ ഷർട്ടിന് ശേഷം ഇന്ന് വീണ്ടും ലൈവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാത്രിയിൽ പോയി ഉടനെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച ഒരു ഷർട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ മിഠായി തെരുവിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് നിന്ന് അല്പം മാറി ഇതിൻ്റെ ഒരു മിഠായി തെരുവിൻ്റെ ഒരു മധ്യഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കിതിൻ്റെ തിരക്ക് ആ രീതിയിൽ തന്നെ കാണാമെന്നുള്ളതാണ്. കാരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ അത് ആ ഒരു 7 മണി വരെയൊക്കെ മിഠായി തെരുവിൽ ഇതേ അവസ്ഥയിൽ തന്നെ തുടരും എന്നുള്ളതാണ് കാര്യം. കാരണം ഈ കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഈ കടയുടെ മുൻപിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ ഓഫറും കൊടുത്ത് അവസാന ആളുകളെയും കടയിൽ കയറ്റാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്താണ് കടകളിലേക്കൊക്കെ ഇപ്പം ഇന്നും ആളുകൾ നന്നായിട്ട് വരുന്നുണ്ടോ? ആ രീതിയിലൊന്ന് വിളിക്കാൻ പറ്റുമോ? എന്തോ ഒരു ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നേരത്തെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അവരുടെ സൗണ്ട് പോയി. അത് കുഴപ്പമില്ല, വിളിക്കില്ല, മടിയാണോ? ഈ മൈക്ക് കണ്ടിട്ടാണ്. ഈ മൈക്കില്ലെങ്കിൽ ആള് ഇവിടെ കിടന്നിട്ട് പിന്നെ ഓഫറിന്റെ കാര്യമൊക്കെ അക്ഷരം തെറ്റാണ്ട് പറയുന്നുണ്ടായിരുന്നു, അതും വലിയ ശബ്ദത്തിൽ. ആ രീതിയിലാണ്. എന്തായാലും നിങ്ങൾ പറയോ ഒന്ന് ആ സൗണ്ടില് ആ രീതിയിലാണ്. ക്യാമറ കാണുമ്പോൾ ഓടി മറയുന്ന ആളുകളുമുണ്ട്. ഈ വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ SM സ്ട്രീറ്റിലേക്ക് എത്തുന്നത് ഗുജറാത്തിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെ എത്തുന്ന അനേകം വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിപ്പോ ഒരു വസ്ത്രത്തിന്റെ കടയാണ്. ഇവിടെ കുറച്ചുകൂടെ ഓഫറിൽ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറെ വസ്ത്രങ്ങളൊക്കെ അകത്തുണ്ടായിരുന്ന കുറെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. അതുകൊണ്ട് ആളുകൾക്ക് ഈ വഴി പോകുന്ന ആളുകൾക്കൊക്കെ ഈ വസ്ത്രങ്ങൾ നോക്കിപ്പോകാൻ കഴിയുമെന്നുള്ളതാണ് കാര്യം. ആ രീതിയിലാണ് മിഠായി തെരുവിലെ അവസാനവട്ട കാഴ്ചകൾ എന്ന് വേണം പറയാൻ. എങ്ങനെ ഓഫറുകളൊക്കെ ഉണ്ട്? ഉഷാർ ഓഫറാണ്. 500 രൂപ കൊടുക്കുക ജീൻസ്. 1000-1500 വിറ്റ സാധനങ്ങൾ 500 രൂപ കൊടുക്കാണ്. ജീൻസോ ഇവിടെ ഉണ്ട്, കേറിക്കോളി. നല്ല ജീൻസുകളുണ്ട്, പ്രൊഡക്ഷൻ ജീൻസുകളൊക്കെ 500 രൂപയ്ക്ക് കാലിയാക്കാം. ഓണത്തിന് മാത്രം, പെരുന്നാക്കൊന്നുമില്ല, ഓണത്തിന് മാത്രം. ഓണത്തിന് സാധാരണക്കാർക്കൊക്കെ വില കുറച്ച് കൊടുക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. എല്ലാവരും ഉഷാറാവട്ടെ, ഓണം അടിപൊളിയാക്കട്ടെ. എല്ലാവർക്കും 500 രൂപ, എങ്ങൾക്കും തരാം 500 രൂപ. നിങ്ങൾ കൊടുത്തോളി. ഒരു ജീന് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കുറച്ച് കച്ചവടം കുറവാണെങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഇൻഷാ അല്ലാഹ് അതന്നെ പിടിക്കാനുള്ള തീരുമാനമാണ്. ഉഷാറാക്കാം നമ്മൾ. ഇത് ലാസ്റ്റ് ഹൗസ് ആണ്, നോക്കിയിട്ട് കാര്യമില്ല, അടിച്ചു പൊളിക്കാം. തിരക്ക് കണ്ടില്ല നിങ്ങള്? തിരക്ക് കണ്ടില്ല? ആ തിരക്ക് എന്താണ് നമ്മളെ വിജയമാണ്. അടിച്ചു പൊളിക്കുക, അത്ര തന്നെ. ആളുകൾ ഇങ്ങനെ കയറും, ഓരോരോ കവറായിട്ട് ഇങ്ങനെ പോകും. അത് മതി നമുക്ക്. ആളുകൾക്കും സന്തോഷം, അമ്മക്കും സന്തോഷം. അതാണ് മുഴുവൻ സന്തോഷം. ഇവിടെ വരുന്ന ആളുകൾക്ക് ചെറിയ വിലക്ക് വസ്ത്രങ്ങളൊക്കെ എടുക്കാമെന്ന സന്തോഷം. അതിനപ്പുറം കഴിഞ്ഞ വർഷമൊക്കെ നഷ്ടപ്പെട്ടു പോയ കച്ചവടം അത് ഈ ഓണത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഈ കടക്കാരുടെ സന്തോഷം എന്നുള്ളതൊക്കെയാണ് കാര്യം. അടിപൊളി ഗ്ലാസ്. ഇത് എവിടുന്ന് വാങ്ങിച്ചായിരുന്നു? കുറച്ച് മുന്നേ. എത്ര രൂപയുണ്ട്? 100 രൂപ. ഞാൻ ഇന്നലെ 60 രൂപയ്ക്ക് ഇവിടുന്ന് വാങ്ങിച്ചു. ഇതല്ല ഇത് ഇന്നലെ വാങ്ങിച്ചത് കിട്ടുള്ളൂ. 60 രൂപ കിട്ടൂല. 60 രൂപയ്ക്ക് ഞാൻ ഇന്നലെ വാങ്ങിച്ചു. SM ഞാൻ വാങ്ങിച്ചു. കിട്ടൂല. ഇട്ടിരിക്കുന്നതിന് 100 രൂപയാണല്ലേ? എന്താ പറയാ, ഒന്നും പറയില്ല. എന്താ പറയാനുള്ള ഒന്നും പറയില്ല. നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോ? ഇല്ല. നിങ്ങൾ എടുത്തോ? ഓണക്കോടി ഓൾറെഡി എടുത്തു. തിരുവോണത്തിലേക്ക് വരെ കരുതി വെച്ചിട്ടുണ്ട്. വേറെ നമുക്ക് ഓണം ഇനി ഇതിലെ പോകുന്ന ആളുകളൊക്കെ കാണുന്ന കാണാൻ വേണ്ടിട്ട് ഇട്ടത്. നാളത്തേക്ക് വേറെ ഉണ്ട്. ഓൾറെഡി എടുത്തു വെച്ചു. അതാണ് പലരുടെയും വിശേഷങ്ങൾ പല രീതിയിലാണ്. ചേട്ടൻ വസ്ത്രങ്ങളൊക്കെ എടുത്തോ? എടുത്തില്ല, എടുക്കാൻ വന്നതല്ല. എന്തായാലും മിഠായി തെരുവിലേക്ക് വരുമ്പോൾ അതിന്റെ ആവേശം പൂർണ്ണമായിട്ടും കിട്ടുന്നുണ്ട്. അത് പൂരാടത്തിന് നമ്മൾ കണ്ടതാണ്. ഇന്ന് ഉത്രാടത്തിലേക്ക് എത്തുമ്പോൾ ഉത്രാടപ്പാച്ചിലും ആ രീതിയിൽ തന്നെ ആളുകൾ എത്തുന്നു. അവസാനവട്ട ഓട്ടം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ഇപ്പോൾ അടുക്കളയിലേക്കുള്ള പച്ചക്കറികളടക്കം ആളുകൾ വളരെ നേരത്തെ ഒരു പക്ഷെ വാങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്കടക്കം നേരത്തെ എടുത്ത വസ്ത്രങ്ങൾ മാറ്റിയെടുക്കാനും ചെരുപ്പ് മാറ്റിയെടുക്കാനും അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു പക്ഷേ കുടുംബ വീടുകളിലേക്കും മറ്റുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമൊക്കെ ഡ്രസ്സ് എടുക്കാൻ അവസാന ദിവസവും ഒക്കെ 1-2 തവണയും ഒക്കെ SM സ്ട്രീറ്റിൽ വരുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത് ഒരു കോഴിക്കോട് നഗരത്തിലെ ആളുകൾ മാത്രം എത്തുന്ന ഒരു സ്ഥലവുമല്ല. മലപ്പുറം, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെ SM സ്ട്രീറ്റിലെ ചില കടകളെ അന്വേഷിച്ച് ബംഗളൂരുവിലേക്കൊക്കെ ഫാഷൻ വരുന്നത് SM സ്ട്രീറ്റിലാണ്, മിഠായി തെരുവിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നാളത്തേക്കുള്ള ഷർട്ട് ഇനി രാത്രി വൈകാൻ നിൽക്കേണ്ട, പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. ഈ തിരക്കിൽ ഇനി കൂടുന്നതിനും രാത്രി ആകുമ്പോഴേക്കൊന്നും ഒരിക്കലും മിഠായി തെരുവിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ നാളെ ഇതിനെക്കാട്ടും നല്ല കളർഫുൾ ഷർട്ടിൽ കാണാം ഇംതിയാസിനെ.